Hi friends, welcome to TechiSpace Malayalam. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നമ്മുടെ ചാനലിൽ എല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗെയിമുകൾ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme C3യുടെ ഗെയിമിംഗ് റിവ്യൂ ആണ്. നമ്മൾ ആദ്യം തന്നെ കളിച്ചു നോക്കാൻ പോകുന്നത് PUBG ആണ്. അതിനുശേഷം നമ്മൾ Asphalt 9 അതുപോലെ തന്നെ Call of Duty PES 2020 എന്ന ഗെയിമുകളും കളിച്ചു നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം Realme C3യിൽ എത്ര ഭംഗിയായിട്ട് നമുക്ക് ഗെയിമിംഗ് സാധ്യമാകുന്നുണ്ട്, എത്ര ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോണിൻ്റെ ഗെയിമിംഗ് റിവ്യൂവിൽ നമുക്ക് നോക്കാം. നമുക്ക് അറിയാം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 7000 രൂപയ്ക്ക് ഇറങ്ങുന്നൊരു ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എത്രത്തോളം ആകും എന്നുള്ളത് നമ്മളൊക്കെ കാത്തിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കാം. കാരണം ഈ ഒരു 7000 രൂപ ബഡ്ജറ്റിൽ നമുക്കിത് ലഭിക്കുകയാണെങ്കിൽ 7000 രൂപ ബഡ്ജറ്റിൽ നമുക്ക് ലഭിക്കുന്ന ഈ ഫോണിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗെയിമിംഗ് റിവ്യൂയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ കളിച്ച് നോക്കാൻ പോകുന്നത് PUBG ആണ്. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 45%, ടെമ്പറേച്ചർ 26 ഡിഗ്രി ആണ്. നമുക്ക് PUBG Realme C3യിൽ HD ഗ്രാഫിക്സ് ലെവലിൽ ഹൈ ഫ്രെയിം റേറ്റിൽ കളിക്കാനുള്ള ഓപ്ഷനാണ് ഡിഫോൾട്ട് സെറ്റിങ്സിലുള്ളത്. പക്ഷേ എത്രത്തോളം നമുക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. കാരണം ഒരു ഒരു ബഡ്ജറ്റ് ഫോണാണ് Realme C3. 7000 രൂപയ്ക്കാണ് ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത്തരമൊരു ഫോണിൽ ഇത്രയും ഹൈ ഗ്രാഫിക്സും ഫ്രെയിം റേറ്റും ഒക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന സെറ്റിങ്സ് അല്ല, ഡിഫോൾട്ട് സെറ്റിങ്സ് തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം ഭംഗിയായിട്ട് കളിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും നമ്മൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് അറിയേണ്ടതാണ്. നമുക്ക് ചെറിയ ഫ്രെയിം ഡ്രോപ്സുകൾ നമുക്ക് ഗെയിം കളിക്കുന്നതിനിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ Realme C3യിൽ ശരിക്കും ഇത്രയും നല്ലൊരു ഗ്രാഫിക്സ് ലെവലിൽ നമ്മൾ കളിക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രെയിം റേറ്റിൽ ഹൈ ഫ്രെയിം റേറ്റിൽ നമ്മൾ കളിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു ഫ്രെയിം ഡ്രോപ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം ഫ്രെയിം ഡ്രോപ്സൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു നല്ലൊരു ഗെയിമിങ് എക്സ്പീരിയൻസിനെ ഒരു പക്ഷേ ബാഡായിട്ട് അഫക്റ്റ് ചെയ്തു എന്ന് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നില്ല കളിക്കുമ്പോൾ ചില സമയങ്ങളിൽ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വേസ്റ്റ് ലെവൽ എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും ചെറിയൊരു ഫ്രെയിം ഡ്രോപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇഷ്യൂ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും നമ്മളൊരു അർത്ഥത്തിൽ നോക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും ശരിക്കും ഇത് പോസിറ്റീവ് തന്നെയാണ്. കാരണം ഡിഫോൾട്ട് സെറ്റിങ്സിലാണ് ഇത്രയും വലിയൊരു ഓപ്ഷൻ നമുക്ക് കളിക്കാനായിട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രെയിം റേറ്റ് നമുക്കൊരു മീഡിയം ഫ്രെയിം റേറ്റിൽ ഇട്ട് കളിക്കുകയാണെങ്കിൽ കുറേയും കൂടിയും ബെറ്ററായിട്ട് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് പോസിറ്റീവാണ് ശരിക്കും Realme C3 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം നമുക്കൊരു ഇത്രയും രൂപ 7000 രൂപ ബഡ്ജറ്റ് ഫോണിൽ നമുക്ക് ഈ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനേക്കാളും നല്ലൊരു റിസൾട്ട് എന്ന് പറയാനായിട്ട് നമുക്കിപ്പോൾ നിലവിൽ വേറെ ഫോണുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഫോൾട്ട് സെറ്റിങ്സിൽ, അതായത് ഈ ഒരു ഹൈ ഗ്രാഫിക്സ് ആൻഡ് ഹൈ ഫ്രെയിം റേറ്റ് ഓപ്ഷനിൽ കളിക്കാനായിട്ട് വേറെ ഒരു ഫോണുകളിലും സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫോണാണെന്ന് പറയാം. പക്ഷേ നമ്മൾ കളിക്കുമ്പോൾ ഡിഫോൾട്ട് സെറ്റിങ്സിലല്ല, കുറച്ച് താഴേക്ക് ഇറക്കി കളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് തീർച്ചയായിട്ടും കളിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുറച്ച് നേരം PUBG കളിച്ചു. ഇപ്പോഴത്തെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 41% ആണ്. ടെമ്പറേച്ചർ 37 ഡിഗ്രി ആണ്. നമുക്ക് Redmi 8, അതായത് ഇതിൻ്റെ ഒരു ബഡ്ജറ്റിൽ വരുന്ന Redmi 8 ആണെങ്കിലും നമുക്ക് മറ്റു ഫോണുകൾ, അതായത് ഇൻഫിനിക്സ് S5 ലൈറ്റിലാണെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഒരു ഹീറ്റിംഗ് ഇഷ്യൂ നമ്മൾ കണ്ടിരുന്നു. അതായത് ഒരു 39-42 ഇടയിലാണ് ആ ഫോണുകളൊക്കെ ഹീറ്റായിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് Realme C3യിൽ ഇതും നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. ഹീറ്റ് ആവുന്നുണ്ട് ഫോൺ. അതായത് നേരത്തെ നമ്മൾ PUBG കളിക്കുന്നതിന് മുമ്പ് 26 ഡിഗ്രി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഹീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് 37 വരെയാണ് പോകുന്നുള്ളൂ. അതിന് മേലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതും ഒരു പോസിറ്റീവാണ് ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. അടുത്തായിട്ട് നമ്മൾ കളിക്കാൻ പോകുന്നത് Call of Duty എന്ന ഗെയിമാണ്. അപ്പോൾ ആ ഗെയിം എത്ര ഭംഗിയായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും, നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.
തീർച്ചയായും കോൾ ഓഫ് ഡ്യൂട്ടി നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് റിയൽമി C3യിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ അപൂർവം ചില ഫ്രെയിം ഡ്രോപ്സുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുകയാണെങ്കിൽ റിയൽമി C3യിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അല്പനേരം കൂടി ഗെയിമിംഗ് കഴിയുമ്പോൾ ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ എന്ന് പറയുന്നത് 39% ആണ്. ടെമ്പറേച്ചർ 37 ഡിഗ്രിയിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ നിന്ന് മുകളിലേക്ക് കയറിയിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആസ്ഫാൾട്ട് 9 എന്ന ഒരു റേസിംഗ് ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. ഇപ്പോൾ 9 നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ റിയൽമി C3യിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സുകളൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ ആസ്ഫാൾട്ട് 9 നമുക്ക് റിയൽമി C3യിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആസ്ഫാൾട്ട് 9 ഒക്കെ കളിക്കുന്ന ആൾക്കാർക്ക് ഒന്നും പേടിക്കാതെ തന്നെ എടുക്കാൻ പറ്റിയൊരു ഫോണാണ് റിയൽമി C3. കാരണം 7000 രൂപ ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് നല്ലൊരു ഗെയിമിംഗ് ഫോൺ ലഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 38%, ടെമ്പറേച്ചർ 36 ഡിഗ്രി ആണ്. ഇവിടെ നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂ നമുക്ക് കാണുന്നില്ല. ആ ഒരു 37 ആണ് മാക്സിമം നമുക്ക് ഹീറ്റിംഗ് കാണുന്നത്, ആ ഒരു ടെമ്പറേച്ചർ ലെവൽ കാണുന്നത്. അതിന് വിട്ട് മുകളിലേക്ക് റിയൽമി C3യിൽ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അത് ഈ സീരീസിലെ തന്നെ മറ്റു ഫോണുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അല്പം പോസിറ്റീവായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് PES 2020 എന്ന ഗെയിമും കൂടി നമുക്ക് റിയൽമി C3യിൽ കളിച്ച് നോക്കാം. അതിൻ്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസും കൂടി നമുക്കൊന്ന് നോക്കാം.
PES 2020 നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ Realme C3 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള ലാഗും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ ഗെയിം മുന്നോട്ട് പോകുന്നുണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്നും PES 2020 കളിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 7,000 രൂപ ബഡ്ജറ്റിൽ നമുക്ക് കണ്ണടച്ചെടുക്കാവുന്ന ഒരു ഗെയിമിംഗ് ഫോണാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ് Realme C3. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് മറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഫോണുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിലുള്ളതിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് Realme C3.